നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോടന്നൂരിൽ വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ അറസ്റ്റിലായ 3 പ്രതികൾ റിമാൻഡിൽ. വെങ്ങിണിശ്ശേരി കൂട്ടാലക്കുന്ന് മേപ്രങ്ങാട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകോവിൽ പിച്ചള പൊതിഞ്ഞതിന്റെയും ചുറ്റമ്പലം നമസ്കാര മണ്ഡപം എന്നിവയുടെയും സമർപ്പണം നടത്തി. കാഴ്ച പരിമിതികളെ മറികടന്ന് പഠനത്തിലും കലയിലും ഒരേപോലെ കഴിവ് തെളിയിക്കുകയാണ് 11 വയസ്സുകാരൻ. വാർത്തകൾ വിശദമായി. കോടന്നൂരിൽ വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ അറസ്റ്റിലായ 3 പ്രതികൾ റിമാൻഡിൽ. കോടന്നൂർ സ്വദേശികളായ കണിയത്ത് വീട്ടിൽ നിതീഷ്, മണാരം കുന്നത്ത് വീട്ടിൽ കൃഷ്ണകുമാർ, ചുള്ളിപ്പറമ്പ് വീട്ടിൽ സുധീഷ് എന്നിവരാണ് റിമാൻഡിലായത്. കോടന്നൂർ ചാക്യാർകടവ് സ്വദേശി 65-കാരനായ മാരാത്ത് വീട്ടിൽ ഗോവിന്ദൻ ആക്രമിക്കപ്പെട്ട കേസിലാണ് 3 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഈ മാസം 8-ന് കോടന്നൂർ ഹാഷ്മി നഗറിലെ വേൾഡ് കോർണർ ക്ലബിനു മുൻപിൽ രാത്രി 10:30-യോടെയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. പ്രതികൾ വയോധികനെ മുൻവൈരാഗ്യത്താൽ വളകൊണ്ട് മുഖത്തടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് വയോധികനെ കൊല്ലുമെന്ന പ്രതികൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിൽ ചേർപ്പ് പോലീസ് ആദ്യം അടിപിടി കേസായിരുന്നു രജിസ്റ്റർ ചെയ്തത്. എന്നാൽ പരാതിക്കാരന്റെ പരിക്ക് ഗുരുതരമായ സാഹചര്യത്തിൽ കേസിൽ വധശ്രമത്തിനുള്ള വകുപ്പ് കൂടി ചേർക്കുകയായിരുന്നു. തുടർന്ന് കേസിലെ 3 പ്രതികളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികളിൽ സുധീഷ് എന്നയാൾ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 4 അടിപിടി കേസുകളിൽ പ്രതിയാണ്. മറ്റ് പ്രതികളായ നിതീഷ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 1 അടിപിടി കേസിലും കൃഷ്ണകുമാർ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 1 തട്ടിപ്പ് കേസിലും പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO MS ഷാജൻ, SI KS സുബിന്ദ്, ഗ്രേഡ് SI ഷാജു, CPMമാരായ ശരത് കുമാർ, ശ്രീകുമാർ, സുൽഫിക്കർ, പ്രദീപ്, പ്രതുൽ, അർജുൻ, വിനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വെങ്ങിണിശ്ശേരി കൂട്ടാലക്കുന്ന് മേപ്രങ്ങാട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകോവിൽ പിച്ചള പൊതിഞ്ഞതിന്റെയും ചുറ്റമ്പലം നമസ്കാര മണ്ഡപം എന്നിവയുടെയും സമർപ്പണം നടത്തി. വ്യാഴാഴ്ച രാവിലെ നിർമാല്യം, അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ എന്നിവ നടന്നു. തുടർന്ന് കലശം, നവകം, പഞ്ചഗവ്യം എന്നിവയ്ക്കു ശേഷം ഉച്ചപൂജ എന്നീ വിശേഷാൽ പൂജകളും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. തുടർന്ന് ശ്രീകോവിലിൽ പിച്ചള പൊതിഞ്ഞതിന്റെയും ചുറ്റമ്പലം നമസ്കാര മണ്ഡപം എന്നിവയുടെയും സമർപ്പണം നടത്തി. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചയുമുള്ള നാമജപം രാവിലെ നടന്നു. രാവിലെ 11:30 പ്രസാദ ഊട്ട് വിതരണം ചെയ്തു. നിരവധി ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പ്രേമൻ വെള്ളാട്ടുപറമ്പിൽ നേതൃത്വം നൽകി. കാഴ്ച പരിമിതികളെ മറികടന്ന് പഠനത്തിലും കലയിലും ഒരേപോലെ കഴിവ് തെളിയിക്കുകയാണ് 11 വയസ്സുകാരൻ. പെരിഞ്ഞനം SN സ്മാരകം UP സ്കൂൾ വിദ്യാർത്ഥിയും ചന്ദ്രാപിന്നി ചാമക്കാല സ്വദേശി വേണു ജലജ ദമ്പതികളുടെ ഇരട്ടക്കുട്ടികളിൽ ഒരാളുമായ വൈഖാനാണ് വിധിയെ വെല്ലുവിളിച്ച് തന്റെ പ്രകടനത്താൽ ആരെയും വിസ്മയിപ്പിക്കുന്നത്. ഇരു കണ്ണുകളുടെയും കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട വൈഖാൻ എന്ന 6ാം ക്ലാസ്സുകാരൻ വിധിയെ തോൽപ്പിച്ച വീട്ടുകാർക്കും നാട്ടുകാർക്കും അത്ഭുതമാവുകയാണ്. മാസം തികയും മുൻപേ ജനിച്ചവരാണ് വൈഖാനും ഇരട്ട സഹോദരി വൈഗയും. പക്ഷെ വൈഖാന് മാത്രമാണ് കാഴ്ചശക്തി ജന്മനാ നഷ്ടമായത്. തുടർ ചികിത്സകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. മകന്റെ ഈ അവസ്ഥയിൽ തളരാതിരുന്ന മാതാപിതാക്കൾ വൈഖാന് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ പിന്തുണ നൽകി പ്രോത്സാഹിപ്പിച്ചു. പഠനത്തിൽ മിടുക്കനായ മകനിൽ മറ്റ് കഴിവുകളും കൂടിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ കലാപരിശീലനവും ചെറുപ്പത്തിലേ നൽകി തുടങ്ങി. പിന്നീടങ്ങോട്ട് ആരെയും വിസ്മയിപ്പിക്കുന്ന വിധത്തിലായിരുന്നു വൈഖാന്റെ പ്രകടനം.
അടുത്തിടെ നടന്ന വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്ത 6 ഇനങ്ങളിൽ 5 എണ്ണത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച എ ഗ്രേഡും ഈ മിടുക്കൻ സ്വന്തമാക്കി. ഞാൻ ഉപജില്ലാ കലോത്സവത്തിൽ 7 ഐറ്റത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കവിത, മലയാളം കവിത, ഇംഗ്ലീഷ് പോയം, വന്ദേ മാതരം, സംഘഗാനം, സംസ്കൃതം, പിന്നെ പദ്യം ചൊല്ലൽ, സംസ്കൃത് ഫസ്റ്റ്, പിന്നെ ഗാനാലാപനം, സംസ്കൃതം ഫസ്റ്റ്. താരക്കോളത്തുള്ളൊരാ ചേലക്കും വറ്റിലച്ചല്ലത്തിലോ ഭൂമിയെ പാടി മൂടും അത്രയും വറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് പൊന്നെ തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര്. ഉപജില്ലാ കലോത്സവത്തിൽ 3-ാം ക്ലാസ് തുടങ്ങി പങ്കെടുത്തിരുന്നുണ്ടല്ലേ എല്ലാത്തിലും 4-ാം ക്ലാസ് തുടങ്ങി പങ്കെടുത്തിരുന്നു. ഇപ്രാവശ്യം 7 ഐറ്റത്തിൽ പങ്കെടുത്തു. പക്ഷേ എനിക്ക് ഭയങ്കര പാടായിരുന്നു. 7 ഐറ്റം സംസ്കൃതമൊക്കെ പഠിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. എന്നാലും പെട്ടെന്ന് പഠിക്കും. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കും. നല്ല ക്യാച്ചിങ് പവർ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് പോയമായാലും നല്ലൊരു പോയമായിരുന്നത്. അതും വേഗം പഠിച്ചെടുത്ത് ടീച്ചർക്ക് ഭയങ്കര അഭിപ്രായമായിരുന്നു അതിനെക്കുറിച്ച്. എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലായിരുന്നത്. അതിൽ എ ഗ്രേഡ് കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ താല്പര്യമുണ്ട് അവന്, ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിലായാലും അവന് വേഗം ഇപ്പോൾ അവനിരുന്ന് സ്വന്തമായിട്ടിരുന്ന് പഠിച്ചോളും. നമ്മൾ പറയാം, അവന് സമ്മാനം കിട്ടുന്നത് ഭയങ്കര ആഗ്രഹമാണ് അവന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് പഠിച്ചോളും. മുൻവർഷങ്ങളിലും സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്രയുമധികം ഇനങ്ങളിൽ പങ്കെടുക്കുന്നത്. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വാരിക്കൂട്ടിയ ചെറുതും വലുതുമായ സമ്മാനങ്ങളാണ് വൈഖാന്റെ വീട്ടകം നിറയെ. ഭാവിയിൽ ആരാകണമെന്നാണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ വൈഖാന് ഒരു ഉത്തരമേയുള്ളൂ: കലക്ടറാകണം. കുഞ്ഞുനാളിലെ ജീവസുറ്റ ചിത്രങ്ങൾക്ക് ജന്മം നൽകി വിസ്മയമാവുകയാണ് കയ്പമംഗലത്തെ ഒരു 10 വയസ്സുകാരൻ. കയ്പമംഗലം ഗ്രാമലക്ഷ്മി സ്വദേശി കോതങ്ങത്ത് ഗിരീഷ് ഭവ്യ ദമ്പതികളുടെ മകൻ ദേവിയാനാണ് വരയുടെ ലോകത്ത് അത്ഭുതമാകുന്നത്. പെരിങ്ങനം ഗവൺമെന്റ് UP സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവിയാൻ നന്നേ ചെറുപ്പത്തിലെ തന്നെ ചിത്രം വരയോട് ഇഷ്ടം കൂടാൻ തുടങ്ങിയതാണ്. മൃഗങ്ങളുടെ ചിത്രങ്ങൾ നോക്കി വരച്ചായിരുന്നു വരയുടെ ലോകത്തേക്ക് കടന്നത്. ചിത്രകലയിലെ മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ പെൻസിലും വാട്ടർ കളറുമെല്ലാം വാങ്ങി നൽകി പൂർണ്ണ പിന്തുണയുമായി ഒപ്പം കൂടിയതോടെ ദേവിയാനിലെ ചിത്രപ്രതിഭയും തിളക്കവും കൂടി. കണ്ണിൽ കണ്ടതും മനസ്സിൽ പതിഞ്ഞതുമെല്ലാം ഈ 5-ാം ക്ലാസ്സുകാരന്റെ ക്യാൻവാസിൽ നിമിഷങ്ങൾക്കകം ചിത്രങ്ങളായി മാറി. പ്രകൃതി, ക്ഷേത്രകലകൾ, ജീവജാലങ്ങൾ തുടങ്ങിയവയെല്ലാം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി ക്യാൻവാസിൽ നിറഞ്ഞു. പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളറിംഗ്, പെൻ വർക്ക്, സ്കെച്ച് വർക്ക്, ലൈവ് സ്കെച്ചസ് തുടങ്ങിയവയെല്ലാം ദേവിയാന്റെ വിരലുകളിൽ ഭദ്രമാണിപ്പോൾ. ശാസ്ത്രീയമായി ചിത്രരചന അഭ്യസിച്ചിട്ടില്ലെങ്കിലും ദേവിയാൻ വരച്ച ചിത്രങ്ങൾ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കും. ചിത്രകലാധ്യാപകരായ സുനിത, മൃണാളിനി എന്നിവരുടെ ഉപദേശ നിർദ്ദേശങ്ങളും ചിത്രം വരയിൽ ദേവിയാന് കരുത്തേകി. 2-ാം ക്ലാസ് മുതലാണ് ചിത്രരചനാ മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയത്. ചെറുതും വലുതുമായ 100ഓളം മത്സരങ്ങളിൽ ഇതിനോടകം പങ്കെടുത്ത ദേവിയാന് നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കാൻ കഴിഞ്ഞു. എറണാകുളത്ത് മോഹൻലാൽ ചിത്രമായ ബറോസിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ 1-ാം സ്ഥാനം ഈ കൊച്ചുമിടുക്കനായിരുന്നു. നടൻ മോഹൻലാലിന്റെ കയ്യിൽ നിന്നും ക്യാഷ് അവാർഡ് വാങ്ങാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ദേവിയാൻ പറയുന്നു. വനം വകുപ്പ് സംസ്ഥാന തലത്തിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ 2-ാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട്. ദേവിയാന്റെ വരകൾ യാൻസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പുറം ലോകത്തെത്തിക്കുന്നത്. ചിത്രകലയിലും പഠനത്തിലും ഒരേപോലെ മുൻപന്തിയിലാണ് ദേവിയാൻ. അടുത്ത ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് ഈ കൊച്ചുമിടുക്കൻ. പോലീസ് ഉദ്യോഗസ്ഥനായ അനുജൻ രചിച്ച നാടകത്തിന് ജ്യേഷ്ഠന്റെ സംവിധാന മികവ്. ദൈവത്തെ കാണും നേരം എന്ന നാടകമാണ് ജ്യേഷ്ഠ സഹോദരങ്ങൾ ചേർന്ന് അരങ്ങിലെത്തിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേന്ദ്രൻ മങ്ങാട്ട് അറിയപ്പെടുന്ന സാഹിത്യകാരനാണ്. നോവലുകൾ ഉൾപ്പെടെ ഒട്ടേറെ പുസ്തകങ്ങൾ രചിച്ച് വായനക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ച സാഹിത്യകാരൻ. ഹ്രസ്വചിത്രങ്ങൾക്ക് പുറമെ തൃശൂർ ജില്ലാ പോലീസിനു വേണ്ടി രാഹുൽ വയസ്സ് 20 എന്ന സിനിമയുടെ രചയിതാവ് കൂടിയാണ്. സുരേന്ദ്രൻ മങ്ങാട്ടിന്റെ ജ്യേഷ്ഠനാണ് സുനിൽ മങ്ങാട്ട്. പ്രൊഫഷണൽ നാടകവേദികളിൽ ശ്രദ്ധേയ വേഷങ്ങൾ അവതരിപ്പിച്ച കലാകാരനാണ് സുനിൽ.
അനുജൻ സുരേന്ദ്രൻ മങ്ങാട്ടും ജ്യേഷ്ഠൻ സുനിൽ മങ്ങാട്ടും ഒത്തുചേരുകയാണ് ദൈവത്തെ കാണും നേരം എന്ന നാടകത്തിനായി. അരിമ്പൂർ ഹൈസ്കൂളിലെ 1985 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ രണ്ടാമത് സംഗമത്തിനാണ് ഇരുവരും ചേർന്ന് നാടകമൊരുക്കിയത്. 4 സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 7 പേർ ഒരു മാസത്തെ നാടക പരിശീലനം പൂർത്തിയാക്കി. റാഫേൽ കാഞ്ഞിരത്തിങ്കൽ, രമാ മേനോൻ, ലതാ സദാശിവൻ, സുനിൽ മങ്ങാട്ട് എന്നിവരാണ് അഭിനേതാക്കൾ. ജ്യേഷ്ഠൻ സുനിൽ അഭ്യർത്ഥിച്ചാണ് അനുജൻ സുരേന്ദ്രൻ നാടകരചന നിർവഹിച്ചത്. 2.5 പതിറ്റാണ്ടായി നാടകരംഗത്തുള്ള സുനിൽ മങ്ങാട്ട് സംവിധാനം ചെയ്യുന്ന 4ാമത് നാടകമാണ് ദൈവത്തെ കാണും നേരം. ഞായറാഴ്ച അരിമ്പൂർ UP സ്കൂളിലാണ് നാടകം അരങ്ങിലെത്തുക. കായിക സ്വപ്നങ്ങൾക്ക് ചിറകായി ഗെറ്റ് സെറ്റ് തൃശൂർ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ 15 സർക്കാർ വിദ്യാലയങ്ങൾക്ക് കായിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR ഫണ്ടിൽ നിന്നും 7 ലക്ഷം രൂപ കൈമാറി. കളക്ടറേറ്റ് ILDM ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് നിറ്റ ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡ് കമ്പനിയുടെ CSR ഫണ്ടിൽ നിന്നും സ്പോൺസർ ചെയ്ത 7 ലക്ഷം രൂപയുടെ ചെക്ക് വിതരണം ചെയ്തു. മീറ്റ് ദി കളക്ടർ പരിപാടിയിൽ പങ്കെടുത്ത് കായിക കിറ്റുകൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ച സ്കൂളുകൾക്കാണ് ഈ സഹായം നൽകിയത്. വിദ്യാർത്ഥികളിൽ കായികക്ഷമതയും കായിക സംസ്കാരവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗെറ്റ് സെറ്റ് തൃശൂർ പദ്ധതി നടപ്പിലാക്കുന്നത്. കായിക മേഖലയ്ക്ക് വിവിധ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടുകൾ വഴി ഇതിനോടകം 25 ലക്ഷം രൂപയുടെ പിന്തുണയാണ് ജില്ലാ ഭരണകൂടം നൽകിയത്. ഇതിനു മുന്നോടിയായി 11 സ്കൂളുകൾക്ക് സൈക്കിളുകളും പോൾ വാൾട്ടും ഉൾപ്പെടെ 11 ലക്ഷം രൂപയുടെ കായിക കിറ്റുകൾ CSR ഫണ്ട് വഴി നൽകിയിരുന്നു. കൂടാതെ KSFEയുടെ CSR സഹായത്തോടെ സെന്റ് ആൻഡ് സ്കൂളിന് 7.5 ലക്ഷം രൂപയുടെ ബാസ്കറ്റ്ബോൾ കോർട്ടിനുള്ള സഹായവും ലഭ്യമാക്കി. മറ്റ് CSR ഫണ്ടുകൾ ഉപയോഗിച്ചും കായിക മേഖലയ്ക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ജില്ലയിലെ കായിക മേഖലയ്ക്ക് കൂടുതൽ വളർച്ച കൈവരിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. വിവിധ സ്ഥാപനങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതാ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഫണ്ട് വിനിയോഗിച്ചാണ് ഗെറ്റ് സെറ്റ് തൃശൂർ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കൂളുകളിലേക്ക് ആവശ്യമായ കായിക കിറ്റ് വിതരണം, മാരത്തോൺ, സൈക്ലിംഗ് തുടങ്ങിയ കായിക ഇനങ്ങളുടെ സംഘാടനം എന്നിവ കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂൾ ഗ്രൗണ്ടുകൾ വികസിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഓഫീസ് സമയത്തിന് ശേഷം ജീവനക്കാർക്കിടയിൽ കായികക്ഷമത പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആയുഷ് വകുപ്പിന്റെ പിന്തുണയോടെ ഗെറ്റ് സെറ്റ് സിവിൽ സ്റ്റേഷൻ പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഓരോ മാസവും ഏതെങ്കിലും ഞായറാഴ്ച ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കായികവും ഫിറ്റ്നസും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കളക്ടറോടൊപ്പം ഓടാം എന്ന പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിനോടകം പാലപ്പള്ളി, ഇരിനിലംകോട്, മാള, കേച്ചേരി, ചാവക്കാട് എന്നിവിടങ്ങളിൽ ഈ പരിപാടി നടത്തിക്കഴിഞ്ഞു. 2ാമത് തൃശൂർ കൾച്ചറൽ ക്യാപിറ്റൽ മാരത്തോൺ 2026 ജനുവരി 25-ന് സംഘടിപ്പിക്കും. ചടങ്ങിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഗീതാമണി, നിറ്റ ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡിന്റെ ഡിവിഷൻ ഹെഡ് പോളി സെബാസ്റ്റ്യൻ, CSR മാനേജർ AB നെൽസൺ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, PTA പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായ എന്യൂമറേഷൻ ഫോമിന്റെ വിതരണം ജില്ലയിൽ 59.28% പൂർത്തിയായി. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുതോറും സന്ദർശനം നടത്തിയാണ് വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോം കൈമാറുന്നത്. ജില്ലയിലെ ആകെ 26,50,163 വോട്ടർമാർക്കായി 26,50,163 എന്യൂമറേഷൻ ഫോം പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 15,71,124 ഫോമുകളുടെ വിതരണം പൂർത്തിയാക്കി. ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും വിതരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രതികരണമാണ് BLOമാർക്ക് ലഭിക്കുന്നത്. യോഗ്യരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക, അയോഗ്യരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ നടപടി സ്വീകരിച്ചു വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി നോഡൽ ഓഫീസർമാരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം ചേർന്നു. എല്ലാവരും മാതൃകാ പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിക്കണമെന്നും കൃത്യമായ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് പ്രചരണ പരിപാടികൾ നടത്തണമെന്നും യോഗത്തിൽ കളക്ടർ അറിയിച്ചു. നോഡൽ ഓഫീസർമാരുടെ യോഗത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട
വിവിധ നോഡൽ ഓഫീസർമാരുടെ ക്രമീകരണങ്ങൾ വിലയിരുത്തി. രാഷ്ട്രീയ പ്രതിനിധികളുടെ യോഗത്തിൽ തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശവും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനെക്കുറിച്ചും പിൻവലിക്കുന്നതിനെക്കുറിച്ചും സ്ഥാനാർത്ഥികളുടെ യോഗ്യതയെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് സമർപ്പിക്കുന്നതിനെക്കുറിച്ചും വിശദീകരിച്ചു. യോഗത്തിൽ ADM മുരളി, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ K കൃഷ്ണകുമാർ, വിവിധ നോഡൽ ഓഫീസർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേത്ര മീഡിയയുടെ നവീകരിച്ച ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ ഓഫീസ് ആൻഡ് പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ന്യൂസ് ചാനലിന്റെയും സംഗീത സംവിധായകൻ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ ക്ഷേത്രപ്രസാദം ലോഗോ ലോഞ്ചിന്റെയും ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിച്ചു. തുറവൂർ സഹോദരന്മാർ ഇടയ്ക്ക് അർച്ചന അർപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ചടങ്ങിൽ പറക്കാട് തങ്കപ്പന്മാരാർ, പെരുവനം സതീശന്മാരാർ, നെല്ലുവൈ ശശി, വിനോദ് കണ്ടേങ്കാവിൽ, കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് പത്മനാഭൻ, ജിതിൻ കല്ലാറ്റ്, തിരുവില്ലാമല ഹരി തുടങ്ങി അനവധി സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ചടങ്ങിന് ക്ഷേത്ര മീഡിയ CEO സതീഷ് നായർ സ്വാഗതവും ക്ഷേത്ര മീഡിയ MD ശ്രീമതി മഹിമ സതീഷ് നന്ദിയും പറഞ്ഞു. 76 ചെയ്തു, 75 പാട്ടിന്റെ പണിയായിട്ട് ഇപ്പൊ 50 കർമ്മധാരണമാണ്. അതിനാണ് ഞാൻ നിൽക്കുന്നത്. 14,000-5,000 പാട്ടുണ്ടാക്കിയിട്ടും കൽപ്പതാരത്തെ പോകും. കൽപ്പതാരത്തിൽ കെട്ടിയിട്ടില്ലായിരുന്നു, ഒരു തോന്നില്ല. അപ്പം എന്നോട് ഒരു MLA ഒരിക്കൽ പറഞ്ഞു, മാഷ കെട്ടിയിട്ടത് ഞങ്ങൾ അതിൽ കെട്ടിട്ടില്ലാന്ന് പറഞ്ഞു. കൽപ്പതാരത്തോടുള്ള പാട്ടിൽ ഞങ്ങളെ കെട്ടിട്ടായിരുന്നു. നമുക്ക് ആ 2 വരി പാടി പറഞ്ഞതുപോലെ കൽപ്പാന്ത കാലത്തോളം കാതരേ നീയെന്നും കൽഹാര ഹാരവുമാർക്കും കല്യാണരൂപനാവും കണ്ണന്റെ കാരണിൽ പോലെ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,790 രൂപ, പവന് 94,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോടന്നൂരിൽ വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ അറസ്റ്റിലായ 3 പ്രതികൾ റിമാൻഡിൽ. വെങ്ങിണിശ്ശേരി കൂട്ടാലക്കുന്ന് മേപ്രങ്ങാട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകോവിൽ പിച്ചള പൊതിഞ്ഞതിന്റെയും ചുറ്റമ്പലം നമസ്കാര മണ്ഡപം എന്നിവയുടെയും സമർപ്പണം നടത്തി. കാഴ്ച പരിമിതികളെ മറികടന്ന് പഠനത്തിലും കലയിലും ഒരേപോലെ കഴിവ് തെളിയിക്കുകയാണ് 11 വയസ്സുകാരൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.